സൂപ്പർ. ലവ് യു ഡാർലിംഗ്. എന്റെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്. അപ്പം എല്ലാ പാട്ടിലും ഞാൻ കുത്തിക്കേറ്റും. വൗ സോങ്ങിലുണ്ട്, ഇതിലുണ്ട്, കുടുക്കലുണ്ട്, എല്ലാത്തിലും കുത്തിക്കേറ്റും ഞാൻ. ഇനി ഒരു മനുഷ്യൻ ഇതിന്റെ മേലെ ഈ ഞണ്ട് കടപ്പുറത്തോട്ട് പോകില്ലേ, അതുപോലെ ഒരു ഐറ്റം ഇപ്പൊ വരും. ഷാൻഡേ ഇന്ന് ഡേ ഷാൻ ഡേ ആണ്. ഷാൻഡേ അത് ശരത്തേ അല്ല. അതുകൊണ്ട് ഷാൻ വായിച്ചത് മതി. അതിങ്ങനെ നിക്കട്ടെ മനസ്സിൽ. അത് പിന്നെ ഇങ്ങോട്ട് എടുക്കാതെ അവന്റെ കയ്യിലല്ലേ ഇരിക്കുന്ന ഐറ്റം. ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. പറയാനില്ല. സൂപ്പർ. ശരത് സാർ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോ ആദ്യം ഇത് എടുത്തിട്ടാണോ? ആദ്യം ശ്വാസം എടുക്കും. അതല്ല, ഞാൻ കൂടുതൽ ഹാർമോണിയത്തിലാണ് ചെയ്യാറ്. ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ ഹാർമോണിയം വെച്ച് ചെയ്തതാണ്. ഓക്കേ, അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇല്ല പാറു, ഹരി നന്നായിട്ട് വായിക്കും. അവൻ അത്ര ഈ പാട്ടുകാരനല്ല. അത് ഈ ഹാർമോണിയം കൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരു പറ്റെന്ന് പറഞ്ഞ് ഇത് നമ്മൾ പാടുമ്പോൾ വായിച്ച് ശീലിച്ച പിന്നെ ഇതില്ലാണ്ട് പാടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനത് ഈ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് പാടുന്നത്. അപ്പത്തെ പറ്റി വായിച്ചാലോ അവന് വായിക്കുകയും ചെയ്യും കേട്ടോ, ഞാൻ കേട്ടുണ്ട്. പക്ഷെ ശരത് സാർ നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ ഒരാൾ നന്നായിട്ട് വായിക്കും. നമ്മുടെ ക്യാമറയിലുള്ള ഉല്ലാസേട്ടൻ. എവിടെ ഉല്ലാസേട്ടാ? ഉല്ലാസേ വാ വാ വാ. വലതുകാല് വെച്ച് കയറി, ഉടനെ ഇടതുകാല് വെച്ച് കയറി. വാ ഹരിച്ചേട്ടാ. ഉല്ലാസേട്ടാ കഴിഞ്ഞ എന്തൊരു ബഹളമായിരുന്നു. ഞാൻ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തു ഉല്ലാസേട്ടാ. ഉല്ലാസ ഹാർമോണിയം വായിച്ച് വലച്ചി. അത് വലച്ചിയാണ് വായിച്ചത്. നമ്മളെ സെറ്റ് മൊത്തം സൂപ്പർ സ്റ്റാറിന്റെ ഓരോ തൂണിലും തുരുമ്പിലും സംഗീതമുണ്ട്. എല്ലാ കുട്ടികളെക്കാരും നിങ്ങളെ സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു ഉല്ലാസേട്ടാ. താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. നമുക്കിന്ന് തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഡാർലിംഗ്. ഓക്കെ. അപ്പൊ എന്തായാലും തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പാടാൻ വരുന്നത് നമ്മുടെ നാദിർ ദിർദാ. വിളിക്കട്ടെ? So let's welcome ശ്രീഹരി.
अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമി. ശ്രീഹരി രസണ്ടായിരുന്നു. ഇതൊക്കെ ആരാ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തേ? ഞാൻ തന്നെ. ചോദിക്കാം നമുക്ക്. ശരത് സർ. മക്കളെ ഓ നല്ല ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സോങ്. മക്കള് നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. ശബ്ദമൊക്കെ കുറച്ച് അടപ്പുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നന്നായിട്ട് പാടി, എനിക്ക് കുറെ ഇഷ്ടമായി. മോൻ ഇതിന്റെ അർത്ഥം അറിയാമോ? ഒരു അനാഥരായ ആൾക്കാരിനെ കുറിച്ച് പാടുന്നു. അല്ല, എന്താണ് അതിന്റെ? അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും അനാഥർ, അങ്ങനല്ല എത്തിമെന്ന് പറഞ്ഞാൽ അനാഥർ എന്നാണ്, അല്ലാതെ മുകളിൽ എത്തിയെന്നല്ല കേട്ടോ. എത്തി മുകളിൽ, ഞാൻ എത്തി കേട്ടോ, 3ാമത്തെ നിലയിൽ, അതല്ല. എത്തിമെന്ന് പറഞ്ഞാൽ അനാഥർ. എന്ത് അർത്ഥവത്തായിട്ടുള്ള ലിറിക്സ് ആണ്. മനോഹരമായിട്ട് പാടി മക്കള്. ആ നാളെ വെറും അതൊന്ന് പാടാമോ? അനുപല്ലവിയുടെ സെക്കൻഡ് ലൈൻ. ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും ഷാർപ്പാണ്. ഷാർപ്പാടാ ചക്കരെ. ചേർത്തോളുക, ഇല്ലെങ്കിൽ ആ സ്വരത്തിന് മുകളിൽ എത്തി മുകളെന്ന് പറയും ഞങ്ങള് കേട്ടോ. മക്കളെ, അതുപോലെ ഈ അള്ളാഹുവിൻ കാരുണ്യമില്ല, അതൊരു ആ അനുപല്ലെ കഴിഞ്ഞിട്ട് ഒന്നിനൊരു കൺട്രോൾ ഇല്ലായിരുന്നു. അത് ഒരുമാതിരി ചതഞ്ഞിരുന്ന്. അത് ശരിയായിക്കണം. എപ്പോഴും ഒരു പാട്ടങ്ങോട്ട് ആ A to Z ബ്യൂട്ടിഫുൾ ആയിരിക്കണോടാ. ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മ. കാര്യം നീ ടാലന്റഡ് ആണ്, യു ആർ വെരി ടാലന്റഡ്. തൃശ്ശൂർകാരൻ കേട്ടോ. ഇതാരാ കമ്പോസ് ചെയ്തത്? എവനെ എടുത്ത് എറി ഞാൻ ഇപ്പുറത്ത് ആ കണ്ടത്തിലേക്ക്. സിനിമേന്റെ പേര് എത്തിയും. അതവിടെ കിടന്നോട്ടെ, ഞാൻ കമ്പോസ് എത്തിയുമാണല്ലോ, അറിയാലോ. എടാ, ഈ കമ്പോസറെ ഒന്നും മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ നിനക്കൊരു പോയിന്റ് കുറയ്ക്കുകയാണ്. കുറച്ചോ? അത് ഞാനും അത് ഇത് ഒരു സൃഷ്ടിച്ച ആളുകളെ മറന്നിട്ട് ഇവിടെ വന്ന് തൊപ്പിയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഓ മാൻ, ഏയ് വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? നമ്മൾ ഒരു റൗണ്ടിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ കമ്പോസർ എഴുതിയതാരാ പാട്ട് എഴുതിയത്? അടുത്ത -1. എടാ എന്തോന്നടേ നീ മക്കളെ, ഇവർക്ക് ലെജൻസ് ആടാ. അത് മറന്നിട്ട് വരാമോ നീ? ബാബുക്ക, MS ബാബുരാജ്, P ഭാസ്കരൻ. എന്തോന്ന് ഭാസ്കരൻ മാഷിനെ ബാബുക്കയൊക്കെ മറന്നിട്ട് ഇവിടെ വന്ന്. അടേ, അള്ളാഹുവിന്റെ കൃപ വേണോ നിനക്ക്? എന്നാ ഇവർ ഈ പേരൊക്കെ പഠിക്കാണ്ട് അള്ളാഹു തുണയ്ക്കത്തില്ല ഉറപ്പായിട്ട് കേട്ടോ. കാണാനും നീ അവസാനം നിന്ന് ആ പ്രാർത്ഥന, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മക്കളെ. പക്ഷെ ഇത് പഠിക്കണോടാ. ഇത് ഇപ്പം സിനിമാ പേര് പഠിച്ചില്ലാലും കുഴപ്പമില്ല. ആരാണ് ഈ പാട്ട് സൃഷ്ടിച്ചുകൂട്ടി ഇവിടെ വന്ന് പാടാൻ, സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ മോൻ നിന്ന് പാടാൻ കാരണമായത് ആരാണ്? ഇത് ഉണ്ടാക്കിയവരല്ലേ. അപ്പൊ അവരെ നമ്മൾ മാനിക്കണ്ടേ? അത് ചെയ്യരുത് കേട്ടോ മോനെ കേട്ടോ. പക്ഷെ നീ നന്നായിട്ട് പാടിയതാ. ഓൾ ദി ബെസ്റ്റ്. ശ്രീഹരി നന്നായിട്ട് പാടിയടാ. എനിക്കും ആകെ ഈ ഇന്നത്തെ സമ്പന്നൻ ആണ് ഞാൻ വരയിട്ടത്, പിന്നെ കരുണാമൃതം തൂകും, അതുപോലെ എല്ലാം നന്നായിട്ട് തന്നെ പാടി. എനിക്കൊന്ന് ശ്രീഹരിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു ഇന്ന് കണ്ടത് കേട്ടോ. പിന്നെ ശരിക്കും ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിന്റെ ശരിക്കുള്ള സംഭവം എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പം എനിക്കൊന്ന് പാട്ടിൻ്റെ മീറ്ററിനനുസരിച്ച് അത് ഹലൈവ എന്ന് അല്ല കേട്ടോ. അപ്പം അതൊന്ന് നോക്കിക്കോ. പിന്നെ പക്ഷേ ആ സന്തോഷം മുഴുവൻ പോയി. കാരണം ആസ് എ കമ്പോസർ അത് ബാബുക്കയുടെ ഒരു പാട്ടിൻ്റെ ബാബുക്കയുടെ പ്രസൻസ് ഇല്ലാത്ത പോലെ ആയിപ്പോയി പെട്ടെന്ന്. പാട്ട് എഴുതിയ ആളും അറിയില്ല, മ്യൂസിക് ചെയ്ത ആളും അറിയില്ല, പാടിയത് നന്നായിട്ട് പാടി കേട്ടോ. ശ്രീഹരി നന്നായിട്ട് പാടി വെച്ച് ഞാൻ ഒരു നല്ല മാർക്ക് ഇട്ടതാ. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു -0.2 ഇട്ടു. എങ്ങനെ 2 കാരണം ആ കമ്പോസേഴ്സിനെ മറന്നതുകൊണ്ട്. നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ ആ പാട്ട് പാടാൻ കാരണം തന്നെ അവരല്ലേ. അപ്പം അതുകൊണ്ട് അവരെ മറന്ന് നമ്മൾ ഈ ഒരു പാട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്, അത് ഏത് മൂവി, ഏത് വർഷം റിലീസ് ചെയ്തു, 1977 ഇതെല്ലാം യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ വിഷ്വലും ഉണ്ട്.
ഒരു ക്ലാസ് റൂമിലുള്ളൊരു അല്ലെങ്കിൽ അതൊരു സമൂഹമായിട്ട് ഇങ്ങനെ ഒരു പാടുന്നൊരു ഫിലിമിൻ്റെ ടൈറ്റിലായിട്ട് അത് കാണിക്കുന്നത്, തിരക്കഥ സംഭാഷണം എന്നൊക്കെ പറഞ്ഞത് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കണ്ടേ? അപ്പോൾ അതാണ് എനിക്ക് ബാക്കിയൊക്കെ കമൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ശ്രീഹരിയുടെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. മാർക്ക് ചോദിക്കാം ഹരിച്ചേട്ടാ. ഞാൻ ആദ്യം ഇട്ടിരുന്നത് 9.1 ആയിരുന്നു, ബട്ട് നൗ ഇറ്റ്സ് 8.9. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക? ഞാനും നല്ല മാർക്കായിരുന്നു കണ്ടുവച്ചത്. ബാബുക്കനെ മറന്നുകൊണ്ട് 8.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ? 8.71. ഞാൻ 9 ഇട്ട് വെച്ചിരുന്നതാണ്. സത്യം അത് ഒരു കള്ളത്തരമല്ല, 9 ഇട്ട് വെച്ചത്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 26.4 മാർക്ക്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബെക്സ് ഫുഡ് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ട്രിബ്യൂട്ട് ടു ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ട് ആണ്. പാടാൻ വരുന്നത് നമ്മുടെ തീർത്ഥക്കുട്ടി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം തീർത്ഥ. തീർത്ഥ, നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു. അടിപൊളി. തീർത്ഥയാണോ സെലക്ട് ചെയ്തേ? ചോദിക്കാം നമുക്ക്. ഹരിച്ചേട്ടാ? തീർത്ഥ സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു സർ. തീർത്ഥ കഴിഞ്ഞ റൗണ്ടും നന്നായിട്ട് പ്രസന്റ് ചെയ്തു, ഇന്നും നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് തീർത്ഥയുടെ സിംഗിങ്ങിലും പെർഫോമൻസിലും. നല്ല സോങ്, എന്തൊരു നല്ല സോങ്. അയ്യോ, എന്ത് നല്ല വരികൾ, എന്ത് നല്ല മ്യൂസിക്. മോളെ ഈ സോങ് ചൂസ് ചെയ്തതിന് ആദ്യം ഒരു ക്ലാപ്സ്. താങ്ക് യു സർ. സൂപ്പർ സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയത്. എസ്പെഷ്യലി ഇതിൻ്റെ അനുപല്ലവിയിലെ വരികൾ എനിക്ക് കുങ്കുമം പൂക്കും. അതൊന്ന് പാടാവും മോളെ. കുങ്കുമം താരാരാ കുങ്കുമം പൂക്കും കുന്നിന്മേലൊരു ശ്രുതി കുന്നിന്മേൽ കുഞ്ഞിളം കിളി പാടുന്നു അമ്പലം. അവിടെ അത് വന്നാലേ ആ ഒരു അപ്പൊ കുങ്കുമത്തിന്റെ അവിടെ അമ്പലം, ഇത് രണ്ട് പോർഷനിൽ താരേ കുങ്കുമം അമ്പലം. ഇപ്പം വേറെന്തോ പാടുന്ന മോള് കുങ്കുമം അമ്പലം. നൈസ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പാടാവോ? വെള്ളിയാഴ്ച പുലർച്ചയോ അത് ടേക്കിന്റെ സമയത്ത് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചയോ വെള്ളിയാഴ്ച പുലർച്ചയോ പുള്ളോർ പൂങ്കൂടം കൊട്ടുന്നു നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു ഓക്കെ. എനിവേ നന്നായിട്ട് പാടി. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം ഇമ്പ്രൂവ് ചെയ്യാം, വേർഡ്സ് ക്ലാരിറ്റി കുറച്ചും കൂടി. ചില വാക്കുകൾ മുങ്ങിപ്പോകുന്നുണ്ട് പാടുന്ന സമയത്ത്. അപ്പം നമുക്ക് ക്ലിയർ ആവുന്നില്ല. ഞാനപ്പോൾ ഇങ്ങനെ നോക്കും ഇതെന്താ പാടിയെന്നുള്ളത്. അപ്പോൾ അതിനിയും ഒന്ന് തീർത്ത വർക്ക് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക? തീർത്ഥ അടിപൊളിയായിട്ട് പാടി മോളെ. ഇതും നേരത്തെ പറഞ്ഞ പോലെ നല്ല ഐശ്വര്യമുള്ള ഒരു പാട്ട്. ഇങ്ങനെ രാവിലെയൊക്കെ നമുക്കിങ്ങനെ മുറ്റത്ത് പോയി ഇരുന്ന് ഒരു ചായം കുടിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റിയ ഒരു പാട്ട്. നല്ല ബ്യൂട്ടിഫുൾ സോങ്. എനിക്കാകെ ഫീൽ ചെയ്തത് ഇപ്പം ദേവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അബ്രപ്റ്റ് ആയിട്ടാണ് മോള് സ്റ്റോപ്പ് ചെയ്യണേ. എല്ലാത്തിനും ഒരു സസ്റ്റെയിൻ ഒരു ഡീക്കെ കൊടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഇതെല്ലാം മോള് ഇപ്പം മീട്ടുന്നു ആണെങ്കിലും ചൊല്ലുന്നു ആണെങ്കിലും എല്ലാം അങ്ങനെ ഒറ്റ സ്റ്റോപ്പാണ്. അത് ഒറ്റയടിക്ക് നിർത്താതെ ഒരു സസ്റ്റെയിനിൽ ഇങ്ങനെ അങ്ങ് ഫേഡ് ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉഗ്രനായിട്ട് പാടി. മക്കളെ നല്ല പാട്ടടാ.
എത്ര വയസ്സായി കുഞ്ഞിന്? 13. 13 വയസ്സായപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം മോളൊന്ന് വായിച്ചു നോക്കണം. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. ഓ അണ്ണാച്ചി, മിസ് യു. എന്ത് പറയാനാ, നമ്മളെ വിട്ടൊക്കെ ഓടിക്കളഞ്ഞിട്ട്. ഛേ പോട്ടെ. എനിക്ക് ആ സ്നേഹ കോകിലല്ലേ അത് പാടാമോ? സ്നേഹകോകിലം കോകിലം 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 അത്രയില്ല മക്കളെ. കോകിലം 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 അല്ല മോളെ, കൂടുതലും ആക്കരുത്. കോകിലം കോകിലം ശരിയായിക്കോണം കേട്ടോ മക്കളെ. അത് മനസ്സിലായല്ലോ സംഭവം. ഒരു ചെറിയ ടച്ച്. ചെറിയ കോകിലം കുറച്ചുകൂടെ. കോകിലം കോകിലം മോളെ കോകിലം. കോകിലം മോളെ അത് മനസ്സിലായല്ലോ കുഞ്ഞിന്, അത് മതി. എല്ലാം ആയി. അതുപോലെ വീശുന്നു. മഞ്ഞു കൂടി ഉടുക്കുന്നു വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു. ബ്യൂട്ടിഫുൾ. അത് കൃത്യമായിട്ട് വന്നാ മതി കേട്ടോ മക്കളെ. അതുപോലെ പ്രാവുകൾ, അത് കൃത്യമായിട്ടൊന്ന് പാടാമോ പ്രാവിനെ? അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ. മതി 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 മതി, ധന്യനായി മക്കളെ. അതുപോലെ ശംഖ് പുഷ്പം ഒന്ന് പാടാമോ? ശംഖുപുഷ്പം മക്കളെ അത് പുഷ്പം അല്ലടാ, ശംഖ് പുഷ്പം. ശംഖ് പുഷ്പം പുഷ്പങ്ങൾ പൂന്നാക്കരുത്, നീട്ടാണ്ട് എത്ര വലിച്ചാണെങ്കിലും. ശംഖ് പുഷ്പങ്ങൾ പുഷ്പങ്ങൾ. അത് പൂ മക്കള് ശംഖ് പുഷ്പങ്ങൾ എന്ന് പാടുമ്പോ ശംഖുപുഷ്പം നീണ്ടു നിവർന്ന് കിടക്കുന്നു. അങ്ങനല്ല വരണ്ട കേട്ടാ. അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള വാക്കുകൾ ചിലത് വരുമ്പോ നമ്മൾ പാടണം. അത് നല്ല ശംഖ് പുഷ്പം എന്ന് തന്നെ കേൾക്കണം പാടുമ്പോ കേട്ടോ. അത്രേ ഉള്ളു മക്കളെ. എനിക്ക് ആ ചലനത്തിന്റെ അനുബന്ധയോടെയൊക്കെ എന്റെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോള് പാടി. ഭയങ്കര സുന്ദരമായിരുന്നു. ചക്കര. ലവ് യു. താങ്ക് യു ശരത് സാർ. മാർക്ക് ചോദിക്കാം. ഹരിച്ചേട്ടാ തീർത്ത എത്രയായിരുന്നു കഴിഞ്ഞ റൗണ്ടില്? 9.6 9.4 9.4. അത് ഏത് പാട്ടാ പാടിയത്? സത്യം ശിവസുന്ദരം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് 9.3. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക തീർത്ത 9.4. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സർ യെസ് മോളെ 9.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 28.6. അടിപൊളി. രണ്ട് റൗണ്ടിലും കിഡിലൻ മാർക്ക് വാങ്ങി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ അബി. സോ ലെറ്റ്സ് വെൽക്കം അഭിനവ്. നവകാഭിഷേകം കഴിഞ്ഞു, ശംഖാഭിഷേകം കഴിഞ്ഞു, നളിന വിലോചനൻ ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു. നവകാഭിഷേകം കഴിഞ്ഞു, ശംഖാഭിഷേകം കഴിഞ്ഞു, നളിന വിലോചനൻ ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു. നവകാഭിഷേകം കഴിഞ്ഞു. പശ്യാമി തേജോ വലയിതരൂപമെന്ന സ്വർഗീയ കാവ്യസുധ തൂകി. അഗ്രേ പശ്യാമി തേജോ വലയിതരൂപമെന്ന സ്വർഗീയ കാവ്യസുധ തൂകി. മേൽപ്പത്തൂർ കൂപ്പിയ വേദവേദാന്തസാര കൽപ്പക തരുവിനെ കണ്ടു ഞാൻ, കണ്ടു ഞാൻ. നവകാഭിഷേകം
ശംഖാഭിഷേകം കഴിഞ്ഞു ശംഖാഭിഷേകം കഴിഞ്ഞു നളിന വിലോചനൻ ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു നവകാഭിഷേകം കഴിഞ്ഞു പൂന്താനം ഭക്തിതൻ കുമ്പിടിൽ പാനയാം പൂന്തേ നിവേദിച്ച നേരം പൂന്താനം ഭക്തിതൻ കുമ്പിടിൽ പാനയാം പൂന്തേ നിവേദിച്ച നേരം ഉണ്ണിയായി മുന്നിൽ വന്നു കണ്ണുനീർ തുടച്ചൊരു കണ്ണൻ്റെ കളികളും കണ്ടു ഞാൻ നവകാഭിഷേകം കഴിഞ്ഞു ശംഖാഭിഷേകം കഴിഞ്ഞു നളിന വിലോചനൻ ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു നവകാഭിഷേകം കഴിഞ്ഞു നവകാഭിഷേകം കഴിഞ്ഞു. അബി എന്തോ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. സൂപ്പർ. ശരത് സർ. മീ ഞാനുമായിട്ട് ചാറ്റോ. ഓക്കെ മക്കളെ, എന്തോ സാർ. ചക്കര നല്ല ഐശ്വര്യമുള്ള പാട്ടടാ. ആഹാ, നല്ല തുടക്കം. തുടക്കം അയ്യാ നല്ല ഉമ്മായി. നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ താളത്തൊക്കെ ഇരുന്നതാ. ഇതങ്ങ് തുടങ്ങിയതും അതാ രാഗത്തിൻ്റെ ഒരു ഗുണവും ആ കോമ്പസിഷനും ലിറിക്സും പാട്ടും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്നപ്പോഴത്തേക്ക് വല്ലാത്തൊരു അനുഭവം. അപ്പം ഇത് എന്താണ് ഇപ്പോൾ നമ്മുടെ ദാസേട്ടൻ ഇങ്ങനെ അലുവ പോലെ പാടി. മക്കൾ നന്നായിട്ട് പാടി കേട്ടോ, ഉഗ്രമായിട്ട് പാടി, താങ്ക് യു സാർ. നന്നായിട്ട് പാടി. അപ്പം എനിക്ക് മോനെ ശംഖാഭിഷേകം ശംഖാഭിഷേകം ശംഖാഭിഷേകം. ഓ ഭീകരം, അസാധ്യം കേട്ടോ മോനെ. അതുപോലെ ഈ കമനീയ വിഗ്രഹം അതൊന്ന് പാടാമോ? കമനീയ വിഗ്രഹം തെളിഞ്ഞു വിഗ്രഹം തെളിഞ്ഞു വിഗ്രഹം വിഗ്രഹം തെളിഞ്ഞു. ഗുഡ് ഗുഡ്. അത് മോനെ അത് പിടികിട്ടിയല്ലോ. അത് അത് കുറച്ചും കൂടെ ഒരു ഭാവമാകാമെന്ന്, ഒരു ഗത്താകാമെന്ന് തോന്നി മോനെ. പിന്നെ അഗ്രേ പശ്യാമി അത് പെർഫെക്റ്റ് ശ്രുതിയിലായിരിക്കണോടാ. അതൊന്ന് നാടി ഒലഞ്ഞിട്ടുണ്ടോ ലൈൻ കേട്ടോ. കൽപ്പക തരുവിനെ കണ്ടു ഞാൻ, ഒന്ന് പാടാമോ? കൽപ്പക തരുവിനെ കണ്ടു ഞാൻ. ഓക്കെ 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 ഗുഡ് ഗുഡ് ഗുഡ്. ആ പൂന്തേൻ നിവേദിച്ച നേരം അതൊക്കെ ശ്രുതി, അതേ ഉള്ളൂ. മോൻ പാടിയത് നന്നായിരുന്നു കേട്ടോ, എനിക്ക് കുറേ ഇഷ്ടമായി ചക്കരെ. താങ്ക് യു സാർ. ലവ് യുടാ. നിന്റെ പനി ഉടനെ പോട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഹരിചേട്ടാ. അഭിനവ് എന്തോ സാർ. നല്ലതായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. മോൻ നന്നായിട്ട് പഠിച്ച് ലിറിക്സ് ഒന്നും തെറ്റിക്കാതെ നല്ല രസമായിട്ട് പാടി. പറഞ്ഞ പോലെ ശരത്തേട്ടൻ പറഞ്ഞ പോലത്തെ ഒരു എഴുത്തുണ്ടല്ലോ, ചില സംഗതിക്കൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പം അത് അതൊക്കെ നന്നായിട്ട് പാടി. ആ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ, എന്താ മോനെ അത് നേരത്തെ പാടിച്ചത്? കണ്ടു ഞാൻ അല്ലേ, അതൊന്ന് പാടിക്കേ. കണ്ടു ഞാൻ കണ്ടു കണ്ടു ഞാൻ. നൈസ്. വെരി ഗുഡ് 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 ഗുഡ്. മോന് പിന്നെ കർണാട്ടിക് പഠിക്കുന്നുള്ളത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പം അതറിയാം, അത് എന്ത് റൗണ്ട് ചെയ്ത് പാടാൻ അറിയാം കേട്ടോ. നൈസ് സിംഗിങ്. ഗുഡ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക. അഭിനവ് എന്തോ സാർ. ഉഗ്രനായിട്ട് പാടിയടാ. താങ്ക് യു സാർ. പശ്യാമി തേജോ. ഒരുപാട് ലോങ് സസ്റ്റെയിൻസ് ഉള്ള പാട്ടാണ്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ അഭിനവ് പാടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞു തെളിഞ്ഞു എല്ലാം എൻ്റെ ഇങ്ങനെ സസ്റ്റെയിൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കുഴപ്പമില്ലാത്ത വൃത്തിക്ക് തന്നെ പാടി. ഞാൻ ആകെ വരയിട്ടത് നമ്മുടെ കണ്ടു ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് കണ്ടു ഞാൻ, രണ്ടാമത്തെ നൈസ് കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്ക് വെക്കാം. ശരത് സർ. യെസ് മാർക്ക്. മക്കളെ 8.9. നവകാഭിഷേകം. താങ്ക് യു ശരത് സർ. ഷാനിക്ക.
8.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 8.7. ടോട്ടൽ 26.4 മാർക്ക്. അടിപൊളി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരത് സർ, ഷാനിക്ക, ഹരിച്ചേട്ടാ, യെസ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണതിന് മുന്നേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ അന്നത്തെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡെസ്പാവും. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക, അതോർത്ത് ടെൻഷൻ അടിക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ തന്റെ കുറവുകളെ സംഗീതം കൊണ്ട് ഇല്ലാതാക്കിയ ഒരു പ്രതിഭയാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു വേദിയിൽ വരുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും നമ്മളുടെ ആൾക്ക് ഈ 2024 സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ പുരസ്കാരം വരെ നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്ന് നമ്മുടെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ആളുടെ പേര് അനന്യാണ്. ഓക്കെ, അപ്പൊ അനന്യ മോള് വന്നിട്ടുണ്ട്. ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം അനന്യ മോളുടെ. ഓക്കെ. केरल ऑटिज्म स्पेक्ट्रम डिसऑर्डर से ग्रसित आपने संगीत में उल्लेखनीय उपलब्धियां प्राप्त की. 2022 में उज्ज्वला बाल्यम पुरस्कार भी आपने प्राप्त किया. सुश्री अनन्या विजेश, तिरुवनंतपुरम, केरल. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അന്യമോളെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. അയ്യോടാ, മമ്മിയോട് പോന്ന പറയണേ അനന്യ മോള്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മോക്ക് പാട്ട് പാടണമെങ്കിൽ നമ്മളെ നിൽക്കാൻ പാടില്ല, അവൾക്ക് തനിയെ പാടണം. പണ്ടൊക്കെ ആണെങ്കിലും മോളുടെ കൈ മൈക്ക് പിടിച്ച് കൊടുക്കണമായിരുന്നു, മൈക്ക് ഡിസിപ്ലിനിലായിരുന്നു, പാടും മാറ്റും മൈക്ക് ഇങ്ങനെ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവള് ഏബിളായി, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള രീതിയിലാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അപ്പൊ അവൾക്ക് മമ്മി നിൽക്കാൻ പാടില്ല, ആരും നിൽക്കാൻ പാടില്ല അവളുടെ കൂടെ. നമുക്ക് അനന്യയുടെ അമ്മയടുത്ത് ചോദിക്കാം അനന്യയെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ. ഇപ്പൊ നമ്മളിപ്പോ വീഡിയോയിൽ കണ്ടു, ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു മൊമെന്റ് ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യാമോ? അത് ശരിക്കും അവിടെ പോയി നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. രാഷ്ട്രപതിയുടെ മുന്നിൽ മോൾ അവാർഡ് വാങ്ങിയുന്ന ആ ഒരു നിമിഷം ഞങ്ങൾക്കൊരു വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. രണ്ട് വാക്കുപോലും ഒന്നിച്ചു ചേർത്ത് പറയാൻ കഴിയാത്ത ഒരാള് പാട്ട് പാടുക എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ് ഞങ്ങൾക്ക്. അവള് സംസാരിക്കില്ല, പക്ഷെ അടിപൊളിയായിട്ട് പാട്ട് പാടും. അതെ, ഓക്കെ. എന്താ പറഞ്ഞ ഉമ്മ ഉമ്മ തന്നതാ. പാട്ട് കേൾക്കാം നമുക്ക്. അന്ന് അനന്യ മോളുടെ പാട്ട് പാടാൻ റെഡി ആയിട്ട് നിക്ക. അനന്യ പാട്ട് പഠിക്കുന്ന രീതികള് അതൊക്കെ എങ്ങനെയാ? അവളെങ്ങനെയാ പാട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നൊക്കെ? എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ എവിടെന്നെങ്കിലും കേട്ട പാട്ടുകളായിരിക്കും. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് പുള്ളിക്കാരി പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലിറിക്സിൽ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ ഞാൻ എഴുതി കൊടുക്കും ഇംഗ്ലീഷിൽ. അപ്പൊ അത് വായിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കും. അടിപൊളി. യെസ്. ഷാനിക്ക, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയില് അനന്യമോള് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പാടിയ പാട്ടാണ് അയച്ചു കൊടുത്തത്. ഓ ആണോ? അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ കൂടെ. ദേവാങ്കണങ്ങൾ എന്ന് പറഞ്ഞ പാട്ടാണ് ആളന്ന് അവിടെ പാടിയത്. ആ വീഡിയോ ആണ് അയച്ചു കൊടുത്തത്. ഓക്കെ, ഇന്ന് ഏത് വിശ്വസിക്കാൻ പറ്റാത്തത്, 2 വാക്ക് പോലും പറയാത്ത അനന്യ മോൾ ഇത്രയും വലിയൊരു പാട്ട് എന്ത് രസായിട്ടാ പാടിയേ. ഗുഡ് ഗേൾ, ബ്യൂട്ടിഫുൾ. ശരത് സാർ, എനിക്ക് എന്ത് പറയാൻ, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അസാധ്യമായിട്ട് പാടി മോളെ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. താങ്ക് യു. കുറേ സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞതിലും. കുറേ സന്തോഷം. എല്ലാം നന്മയും ഉണ്ടാവട്ടെ. ഈശ്വരൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ, മോടെ കൂടെ ഉണ്ടാവട്ടെ. സൂപ്പറായിട്ട് പാടി മോളെ, അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു അൺബിലീവബിൾ സത്യം കാഴ്ചയാണ് കണ്ടതും കേട്ടതും ഒക്കെ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ നന്നായിട്ട് പാടി കേട്ടോ മോളെ. യു ആർ എ വെരി ബ്ലെസ്ഡ് ചൈൽഡ്. എന്നും ദൈവത്തിന്റെ കൈ മോളുടെ തലയുടെ മേലെ ഉണ്ടാവട്ടെ. എന്നും സന്തോഷം ഉണ്ടാവട്ടെ. താങ്ക് യു. സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ അവാർഡ് കിട്ടുന്ന യങ്ങസ്റ്റ് പേഴ്സൺ ആണ് മോളെ ഇന്ത്യയിൽ. നമ്മള് ഇന്ത്യയിൽ പ്രൗഡ് ആവേണ്ട ഒരു വെരി പ്രൗഡ് ഓഫ് യു.
വെരി പ്രൗഡ്. ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് മോൾക്ക് മാത്രമാണ് അവാർഡ് കിട്ടിയത്. ടോട്ടൽ 7 പേർക്കാണ് ഈ അവാർഡ് കിട്ടിയത് ഇന്ത്യയിൽ മുഴുവൻ. അതിൽ ഒരാൾ മോളാണ്, യങ്ങസ്റ്റ് പേഴ്സൺ ആണ്. സൂപ്പർ. എങ്ങനെയാ അപ്പൊ അനന്യ അവളുടെ ആവശ്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അത് ഒരു വേർഡിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു വാക്കിൽ ഞങ്ങളോട് പറയും. ചിലപ്പോൾ ഐസ്ക്രീം, നൂഡിൽസ് ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഞങ്ങളോട് ഒരു വാക്കിൽ വന്ന് പറയും. ഐസ്ക്രീം, നൂഡിൽസ്, ചോക്ലേറ്റ് അങ്ങനെ പറയും. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ പുള്ളിക്കാരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പ്രകടിപ്പിക്കുന്നത് സംഗീതത്തിലൂടെയാണ്. ആള് അത്ര നല്ല സാഡ് മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേൾക്കുന്ന പാട്ട് തന്നെ ഒരു സങ്കടത്തിന്റെ പാട്ടായിരിക്കും കേൾക്കുന്നത്. അത് തന്നെ കേട്ടോണ്ടേയിരിക്കും. പിന്നീട് സന്തോഷമൊക്കെ ആണെങ്കിൽ അതുപോലൊരു പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിയും ഒക്കെ ആയിരിക്കും പുള്ളിക്കാരി. ഞങ്ങൾക്ക് മനസ്സിലാവും, അവളെ വെച്ചിരിക്കുന്ന പാട്ടിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവും മൂഡ് ശരിയല്ല. അങ്ങനെയാണ്. ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച് ഇവിടെ വരെ വന്ന് ഞങ്ങൾക്കൊരു പാട്ട് പാടി തന്നതിന്. താങ്ക് യു അനന്യ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അമൃത ടിവിക്ക് പ്രത്യേക നന്ദിയുണ്ട്. ഇത് 3ാമത്തെ സ്റ്റേജാണ് മോൾക്ക് തരുന്നത്. റെഡ് കാർപ്പറ്റ്, അതുപോലെ കോമഡി മാസ്റ്റർ. ഇതാണ് കാർപ്പറ്റിലുള്ള ആ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടിരുന്നു. അതെ അതെ, ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിനെ പോലുള്ള, ശരത് സാറിനെ പോലുള്ളവരെ കാണാൻ കഴിഞ്ഞതിന് ഞങ്ങളുടെ ഭാഗ്യമാണ്. മോളിലൂടെയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധ്യമാകുന്നത് കേട്ടോ. കാരണം ഞങ്ങളുടെ കഴിവൊന്നുമല്ല, ഞങ്ങളെ ആരും അന്വേഷിക്കില്ല. അനന്യയുടെ അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം 4 പേര് അറിയും സാറേ. ആ ഒരു ഇങ്ങനൊരു ഒരുപാട് പ്രൗഡാണ് അതിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ മൊമെന്റ്. അല്ല, മോളുള്ളതുകൊണ്ടല്ലേ ഇപ്പം നമുക്ക് കാണാൻ പറ്റിയത്. അതാണ് ഞങ്ങളുടെ ഭാഗ്യം. താങ്ക് യു സർ. ഓക്കെ, ബൈ ബൈ മക്കളെ, ബൈ ബൈ ബൈ. ഇപ്പോഴും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെന്റ്സിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. നമ്മൾ അനന്യമോളുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മളിപ്പോ കേട്ടു. എന്തായാലും അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ബൈ, ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ് ഡാർലിംഗ്. ബൈ. ബൈ.